ഹണി, നിനക്ക് ഓർമ്മയുണ്ടോ 3 വർഷം മുമ്പ് നമ്മൾ ഈ കടൽ തീരത്ത് വെച്ച് കണ്ടത്? ഓർമ്മയുണ്ട്. അനീറ്റിയും ഞാനും ഇവിടെ വന്നപ്പോൾ എൻ്റെ മോതിരം തിരയിൽ വീണ് കാണാതായതും വളരെ ബുദ്ധിമുട്ടി നിങ്ങളത് എടുത്തു തന്നതും ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർക്കുന്നു. അപ്പോൾ മാത്രമേ ഉള്ളൂ? അല്ല, കടൽ കാണുമ്പോഴും ഓർമ്മ വരും. എന്ത് ഭംഗിയാ ഈ കടലിങ്ങനെ കാണാൻ. കടലിന് ഭംഗിയുണ്ടാകുന്നത് നമ്മൾ കടലിന് ഇഷ്ടത്തോടെ നോക്കുമ്പോഴാണ്. അല്ലെങ്കിൽ അത് വെറും ഒരു പ്രപഞ്ച വസ്തു മാത്രമായിരിക്കും. അത് കൊള്ളാലോ. ഇതിനാ പറയുന്നത് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കണമെന്ന്. ഇത് ഏത് കവിയുടേതായിരുന്നു? സ്വാമി വിവേകാനന്ദൻ എന്ന കവി. 3 വർഷമായി നമ്മുടെ സംസാരം ഈ കടലിനോടൊപ്പമായിരുന്നു. അതെന്താ അങ്ങനെയായത്? എന്തെങ്കിലും ഒരു നിയോഗമായിരിക്കും. ഈ കടൽ മുഴുവൻ കവിതയാണ്, ജീവനുള്ള കവിത. അത് തിരകളിലൂടെ ഓരോ വരിയായി കരയെ തേടി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. കടലിന്റെ പ്രണയം കരയെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും ഈ കടലിലെ ഓളങ്ങൾ നശിക്കുന്നു. പകരം തലസ്ഥാനത്ത് പുതിയ തിരമാലകൾ വരുന്നതിനാൽ ആ നാശം ആരും ശ്രദ്ധിക്കുന്നില്ല. ആള് കൊള്ളാലോ. പക്ഷേ ഈ കടൽ വെള്ളം ചീത്തയാണ്. ഓടയിലെ വെള്ളം നമുക്ക് ചീത്തയായി തോന്നാം. കൊതുകിനത് ജീവിതമാണ്. നമ്മുടെ ശരീരം അടിസ്ഥാനമാക്കിയാണ് നാം നല്ലതെന്ന് പറയുന്നത്. ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ലോകത്തിന് ആവശ്യമാണ്. സാഹിത്യം അസലായിട്ടുണ്ട്. വാ, നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. നീ ഇപ്പോൾ കോഴ്സ് എത്രാമത്തെ വർഷ? ലാസ്റ്റ് ഇയർ ആയില്ലേ? കഷ്ടിച്ച് 1-2 മാസം കൂടി മാഷേ. അപ്പോൾ പഠിക്കാൻ ഒരുപാടുണ്ടെന്ന് അർത്ഥം. പിന്നല്ലാതെ. എൻ്റെ അച്ഛനെങ്ങാനും ഇതുവഴി വന്നാ ഇന്ന് തന്നെ എൻ്റെ കല്യാണം നടത്തി കളയും. എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അതിന് നമ്മളെ തമ്മിൽ കെട്ടിക്കാൻ അച്ഛൻ നിർബന്ധമുണ്ടല്ലേ? അതൊക്കെ എൻ്റെ അമ്മ എന്ത് പാവമാണെന്ന്. മഴ കൊള്ളല്ലേ മോനെ, പനി പിടിക്കും. ഇല്ലമ്മേ. അമ്മ എന്തായിരുന്നു കുറച്ചു നാളെ എന്നെ വിളിക്കാതിരുന്നത്? നിന്റെ ശ്രദ്ധ ഇവിടെ മാത്രം ആകണ്ടെന്ന് കരുതിയാ? നീ അന്യനാട്ടിലെ ജോലി നിർത്തിയിങ്ങ് പോര്. നമുക്കിവിടെ വേറെ ജോലി നോക്കാം. വരാമേ, ഇത്തവണ ശരിയാക്കാൻ നോക്കാം. മഴക്കാലമായാൽ എനിക്ക് പേടിയാ നിന്നെ ഓർത്ത്. നീ അവിടെ ഇടിമിന്നലുള്ള രാത്രിയിൽ ഒറ്റയ്ക്കല്ലേ, ഒരു സഹായത്തിന് പോലും ആളില്ലാതെ. ഇല്ലമ്മേ, എനിക്കവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലേ, പിന്നെന്താ. നീ എന്നാ പോകുന്നത്? ഇന്ന് തന്നെ പോണം. ഇപ്പൊ തന്നെ റെഡി ആവണം. അതിന് വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. ഇന്ന് തന്നെ പോണോ? പോണമ്മേ, അവിടെ ഓഫീസിൽ ആരുമില്ല. ഓ, നീ ഇനി ക്രിസ്മസിനെ വരുള്ളൂ? മിക്കവാറും അങ്ങനെ ആയിരിക്കും. വരുമ്പോ രാത്രി വരണ്ട, പകല് വന്നാ മതി. ഇനി പകലേ വരുള്ളമ്മേ. കുറെ നേരമായോ കാത്തു നിൽക്കുന്നത്? ഒരു 10 മിനിറ്റോളായി വന്നിട്ട്. ഞാൻ ഫോൺ വിളിക്കാൻ നോക്കിയായിരുന്നു, അപ്പോഴാണ് നിന്റെ വരവ്. ഞാൻ പഠിക്കുകയായിരുന്നു. അതെന്തായാലും നന്നായി. ഇനിയിപ്പോ ഞാൻ തോപ്പിച്ചെന്ന് പറയില്ലല്ലോ. നമുക്ക് നമ്മുടെ വീട് ഇതുപോലൊരു സ്ഥലത്ത് വെക്കാം. അത് ഗ്രൻ. നമുക്ക് കാറ്റിന്റെ ഇരമ്പൽ കേൾക്കാം, അന്തിച്ചുവപ്പും കാണാം. നന്ദേട്ടൻ നല്ലൊരു ജോലി നോക്കിയാലേ ഇതൊക്കെ നടക്കൂ. ഇപ്പൊ തന്നെ അനീറ്റ ചോദിച്ചു തുടങ്ങി, നന്ദേട്ടന്റെ വരുമാനം കൊണ്ട് ഈ കാലത്ത് ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റുമെന്ന്. ഞാൻ നോക്കിക്കൊള്ളാമെന്ന് നീ അവളോട് പറയേ. ആ, അത് പോട്ടെ. കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. നീ 3rd സെമ്മിന്റെ ഫീസ് വേണമെന്ന് പറഞ്ഞില്ലേ? ഇന്നാ പിടിച്ചോ. ഇതേ ഞാൻ എൻ്റെ സുഹൃത്ത് വൈശാഖ വഴി ഒപ്പിച്ചതാ. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. അല്ലേലും എനിക്ക് ജോലി കിട്ടിയാ ആ കാശ് നമുക്കുള്ളതല്ലേ? പലിശ കൊടുത്ത് നീ തന്നെ തീർത്താ മതി. ഇതെന്താ കയ്യില്? അത് സസ്പെൻസ്. ഇങ്ങത്താ. എങ്ങനെയുണ്ടടി എന്റെ ലാലേട്ടൻ? ഹാ, കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. വരയ്ക്കാനും അറിയാലേ? നിന്റെ ഒരു ചിത്രം ഞാൻ വരച്ചുതരാം. ദേ, നിങ്ങൾ സച്ചിനെയും ലാലേട്ടനെയൊക്കെ നോക്കാതെ വരയ്ക്കും. എന്റെ ചിത്രം വരയ്ക്കണേ, ഫോട്ടോ വേറെ വേണ്ടേ? അത് വേണ്ട. ഉൾക്കാഴ്ച ലഭിച്ചാൽ പിന്നെ ഏകാഗ്രതയായി. പിന്നെ നിന്നെ എന്റെ മനസ്സിൽ നിന്ന് വിരൽത്തുമ്പിൽ എത്തിച്ചാ പോരെ. ഹലോ ഹലോ, എന്താ മാവാ? എന്തു പറ്റി? ആണോ? എന്താ, എന്തു പറ്റി? അമ്മ ഹോസ്പിറ്റലിലാണ്, വേഗം ചെല്ലണം. വേണ്ട, ഇപ്പൊ പോകണ്ട. പിന്നെ പോകാതെ? പോയി എന്ന് തിരിച്ചു വരും. നിന്റെ ബർത്ത്ഡേക്ക് മുമ്പ് ഞാനിങ്ങ് എത്തില്ലേ? ഫോണിൽ വിളിച്ചാൽ റേഞ്ച് ഇല്ലാത്ത പൊട്ട സ്ഥലം കിട്ടും. ഇനി എന്നാണാവോ ഫോൺ വിളി? അതൊക്കെ നടക്കൂടി.
നമുക്ക് നമ്മുടെ മാല പരസ്പരം കൈമാറാം. ഈ മാല കാണുമ്പോഴൊക്കെ നന്ദൻ എന്നെ എപ്പോഴും ഓർക്കുമല്ലോ. നീ ഇപ്പോൾ വരുന്നു, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വിടാം. അതുവഴി വന്നാൽ ഒരുപാട് ചുറ്റേണ്ടി വരും. പോയിക്കോളൂ, ഞാൻ അസ്തമയം കണ്ടിട്ട് വന്നേക്കാം. ഒരു കാര്യം പറഞ്ഞു, എൻ്റെ ATM കാർഡ് കിട്ടാം. പോകുന്ന വഴി എൻ്റെ മൊബൈൽ ചാർജ് ചെയ്യാൻ മറക്കരുത്. ശരി, ചെയ്തേക്കാം. കീഴ്പുലത്തിലെ കുട്ടിയല്ലേ? അതേലോ രാമേട്ടാ, എപ്പോ വന്നു? ഇന്നലെ. നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ശ്രീധരമാൻ വിളിച്ചിരുന്നു. ഞാൻ പോയി കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വരാം. ശരി. ഇനി ഇങ്ങനെ നടന്നാ പോരാ. വരുമ്പോ ഞാനൊരു ആലോചനയെ കൊണ്ട് വരാം. അതൊന്നും ഇപ്പൊ വേണ്ട എന്റെ രാമേട്ടാ. നീ വൈകാണ്ട് ചെല്ലു മോനെ. ശരിയെന്നാ. എന്താ പറ്റിയതമ്മാവ? കുളിമുറിയിൽ വീണതാ. അടിച്ചു വരാമെന്ന കുട്ടിയാ കണ്ടത്. ചോരച്ചിരി കൂടുതൽ പോയിരുന്നു. ഞാൻ പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞ് വരാം. ഇനിയിപ്പം നീ ഉണ്ടല്ലോ, വീട്ടിലിത്തിരി അത്യാവശ്യമുണ്ട്. എങ്ങും നീ പോയേക്കരുത്, ഇവിടെ തന്നെ വേണം. ഇന്ന് അമ്മാവനങ്ങോട്ട് ഇറങ്ങുക. ഡോക്ടർ, ഇതാണ് വീട്. വരൂ. ഓക്കെ. നന്ദനിപ്പോൾ എവിടെ വർക്ക് ചെയ്യണേ? സാർ, ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു IT കമ്പനിയിലാണ്. സാർ, ഇവിടെ ഇരിക്കാം. അമ്മ, ഇത് ഡോക്ടറാണോ? ഇന്നലെ രാത്രി ശ്വാസം മുട്ടൽ കൂടുതലായിരുന്നു. മാസ്ക് കൃത്യമായിട്ട് വെച്ചാൽ മതി. ഓക്കെ. മരുന്നിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ഡോക്ടർ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? ചിലപ്പോൾ 1 മാസം, ചിലപ്പോൾ 1 വർഷം, അല്ലെങ്കിൽ ഒരു ലോങ് പീരീഡ് എടുക്കും റിക്കവർ ആവാൻ. നന്ദൻ കൂടെ തന്നെ ഉണ്ടാവണം. മരുന്ന് മുടങ്ങാതെ കഴിക്കണം. ശ്വാസതടസ്സം അനുഭവപ്പെടുമ്പോൾ മാസ്ക് വയ്ക്കണം. നല്ലപോലെ ശ്രദ്ധിക്കണം. ഇതെന്റെ അച്ഛൻ. ഹലോ, പണി പറഞ്ഞറിയാം. എൻ്റെ പേര് രാജഗോപാൽ. ഞാൻ ദുബായിലായിരുന്നു. മോനെ ഒന്ന് കാണാനായത് വളരെ നല്ല കാര്യം. എനിക്കാകെ ഉള്ള മകളാ ഹണി. ഞാൻ പുറത്തുപോയി കഷ്ടപ്പെടുന്നതെല്ലാം ഇവക്ക് വേണ്ടിയാ. ഏതൊരു അച്ഛനും ഇഷ്ടപ്പെടുന്ന പോലെ ഇവക്ക് നല്ലൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. എല്ലാവരെയും പോലെ ഞാനതങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. പയ്യൻ്റെ ഫോട്ടോ കാണിക്കാൻ ഞാൻ മറന്നു. മോനിത് കണ്ടിട്ട് അഭിപ്രായം പറയണം. നോക്കിയേ.
ഞാൻ മൊബൈലിൽ കുറേ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. മോനെ, ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. ഇവളുടെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കാണ്ട്. അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ. നമ്മള് ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചാൽ മതി നിങ്ങളുടെ മോളെ. ഇല്ലല്ല, അവന്റെ കയ്യിൽ കാശ് തീരുമ്പോ അവള് മറ്റൊരുവിനെ തെടിപ്പോവും. അനീറ്റ പറഞ്ഞു നീ ബീച്ചിലുണ്ടെന്ന്. എന്താ, എന്ത് പറ്റി? എനിക്ക് അവളോടുള്ള സ്നേഹം എത്ര വലുതായിരുന്നു നിനക്ക് അറിഞ്ഞൂടാ. അവൾ എന്നെ വിട്ടുപോയടാ. അവൾ എന്ത് പറഞ്ഞു നീ പറയണേ? അവളുടെ കല്യാണമായെന്ന്. അതും വളരെ വളരെ പെട്ടെന്ന് വന്ന് പറഞ്ഞടാ. എല്ലാം അവൾ ഒളിപ്പിച്ചു വെക്കായിരുന്നു. ചിലപ്പോ അവളെ വീട്ടുകാരുടെ നിർബന്ധത്തിലാണെങ്കിലോ? ഒരിക്കലുമല്ല. കൊള്ളൂല്ലാത്ത ആലോചനകൾ വന്നപ്പോ അവളെന്ന് മുടക്കാൻ പറയായിരുന്നു. നല്ലത് വന്നപ്പോ അറിയിച്ചതുമില്ല. നിനക്കറിയോ, ഞാൻ കൊടുത്ത സ്വർണ്ണമാലയ്ക്ക് പകരം എനിക്ക് കഴുത്തിലിട്ടുന്ന റോൾഡ് ഗോൾഡ്. നീ വാ, നമുക്ക് പോകാം. വാ, നമുക്ക് പോവാം. നിനക്കറിയോ, അവളോടുള്ള അതിരുകവിഞ്ഞ സ്നേഹം മൂലമാണ് എനിക്ക് എന്റെ അമ്മയില്ലാതായത്. എന്താ നീ പറഞ്ഞേ? ഒരു ലോങ് പീരീഡ് എടുക്കും റിക്കവർ ആവാൻ. നന്ദൻ കൂടെ തന്നെ ഉണ്ടാവണം. മരുന്ന് മുടങ്ങാതെ കഴിക്കണം. ഒരു ലോങ് പീരീഡ് എടുക്കും റിക്കവർ ആവാൻ. എങ്ങും നീ പോയേക്കരുത്, ഇവിടെ തന്നെ വേണം. അവളുടെ ബർത്ത്ഡേക്ക് എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു. കാരണം അമ്മ കോമാ സ്റ്റേജിൽ കിടക്കുകയായിരുന്നു. മുമ്പത്തെ പോലെ ബർത്ത്ഡേക്ക് വന്നില്ലെങ്കിൽ അവൾ പിണങ്ങുമെന്ന് കരുതി ഞാൻ ഓക്സിജൻ മാസ്ക് മാറ്റിയപ്പോഴാടാ എൻ്റെ അമ്മ മരിച്ചത്. ദുഷ്ടനാടാ ഞാൻ, ദുഷ്ടൻ. നീ അങ്ങനെയൊന്നും പറയരുത്. ഡിസംബർ 16 അവളുടെ ബർത്ത്ഡേയാ. ഇത് ഞാൻ എൻ്റെ നല്ല നിമിഷങ്ങൾ മാറ്റിവെച്ച് വരച്ച അവളുടെ ചിത്രമാണ്. ഇത് അവൾ എനിക്ക് തന്ന മാല, വെറും റോഡ് ഗോൾഡ്. ഇതെനിക്ക് ഇനി വേണ്ട. ഇത് കടലിലിരിക്കട്ടെ. എല്ലാം പോകടാ. നീ പോയിക്കോ, ഞാൻ കുറച്ചു നേരം ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കട്ടെ. കാലം എൻ്റെ മുന്നിൽ വരച്ചിട്ട ഈ ശപിക്കപ്പെട്ട നിമിഷങ്ങളെല്ലാം ഞാനൊന്ന് മറന്നോട്ടടാ. നീ വാ, നമുക്ക് റൂമിലേക്ക് പോവാ. നീ പോയിക്കോ. എടാ വാടാ. ഇല്ലെങ്കിൽ അനീറ്റയും ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരും. നീ പോയിക്കോ. നീ വാ, നമുക്ക് റൂമിലേക്ക് പോവാ. പോയിക്കോ. എടാ ഞാനല്ലേ പറഞ്ഞ വാ. നീ പോയിക്കോ. പോയിക്കോ. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലാവൃത നൈരുജ്യം തനുശോഷണം മലമയീ ശയ്യാച്ച സാംവത്സരീ ഏകസ്യാപിന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യ ക്ഷമോ ദാരം നിഷ്കൃതിരുന്നതോടവീ തനയസ്തസ്യേ ജനന്യേ നമഃ തനയസ്തസ്യേ
തസ്യ ജനന്യേ